മുഗൾ രാജവംശത്തിന്റെ തിരുശേഷിപ്പുകൾ ഇന്നും ഈ രാജ്യത്ത് അവശേഷിക്കുന്നുണ്ട്. അവയിൽ പലതും ഇന്നും ഈ രാജ്യത്തിന് അഭിമാനമായി തലയുയർത്തി നിൽക്കാവുന്നതുമാണ്. താജ്മഹലും കുത്തബ് മിനാറും എല്ലാം അതിന് ഉദാഹരണമാണ്. ഇതിനു പുറമെ രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഗൾ ഭരണം ചെലുത്തിയ ചില സ്വാധീനം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതിൽ നിന്നും മോചനം തേടുകയാണ് ഇന്നും തീവ്ര ഹിന്ദു സംഘടനകൾ. അതിന് അവരുടെ മുന്നിലുള്ള മാർഗം എന്ന് പറയുന്നത് മുഗൾ രാജഭരണ കാലത്ത് നിർമ്മിച്ച മുഗളന്മാരുടെ സ്വാധീനം പേർന്ന സ്ഥലങ്ങളുടെയും നിർമ്മിതികളുടെയും പേരുകൾ മാറ്റുക എന്നതാണ്. ഇതിനോടകം തന്നെ പല പേരുകളിൽ നിന്നും മുഗൾ ചരിത്രം അടർത്തി മാറ്റിക്കഴിഞ്ഞു. താജ്മഹൽ അടക്കമുള്ള ലോകോത്തര നിർമ്മിതികളിലേക്ക് തീവ്ര ഹിന്ദുക്കളുടെ കണ്ണ് പതിഞ്ഞിട്ടും നാളുകളേറെയായി. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ വഴി മുഗൾ ഭരണത്തിന്റെ തിരുശേഷിപ്പുകൾ അടർത്തി മാറ്റുവാനുള്ള നീക്കം വീണ്ടും ശക്തമായി രാജ്യത്ത് നടമാടുകയാണ്. ഏറ്റവും ഒടുവിലായി ഉത്തരാഖണ്ഡിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സംസ്ഥാനത്തെ 15 സ്ഥലങ്ങളുടെ പേരുകളാണ് ഒറ്റയടിക്ക് സർക്കാർ മാറ്റിയിരിക്കുന്നത്. മുഗൾ സാമ്രാജ്യവുമായി ബന്ധമുള്ള പേരുകളാണ് മാറ്റിയിരിക്കുന്നത്. ഹരിദ്വാർ, നൈനിറ്റാൾ, ഡെറാഡൂൺ, ഉദയം സിംഗ് നഗർ എന്നീ ജില്ലകളിലെ സ്ഥലങ്ങളുടെ പേരുകളാണ് മാറ്റിയിരിക്കുന്നത്. നടപടിയെ BJP നേതാക്കൾ പ്രശംസിച്ചിരിക്കുകയാണ്. അടിമത്തത്തിന്റെ അവസാന ശേഷിപ്പും ഇല്ലാതാക്കിയെന്ന് പറഞ്ഞ് ആഘോഷിച്ചാണ് BJP സ്ഥലങ്ങളുടെ പേര് മാറ്റത്തിനെ സ്വാഗതം ചെയ്യുന്നത്. ഔറംഗസേബ്പൂർ എന്ന സ്ഥലം ഇനി അറിയുക ശിവാജി നഗർ എന്നാണ്. ഗാസിവാലി ആര്യ നഗർ എന്നും ചന്ദ്പൂർ ജ്യോതിബ, പഹുലെ നഗർ എന്നും ഇനി മുതൽ അറിയപ്പെടും. മുഹമ്മദ്പൂർ ജഡിന്റെ പുതിയ പേര് മോഹൻപൂർ ജഡ് എന്നും ഖാൻപൂർ കുഡ്സ്ലിയുടെ പേര് അംബേദ്കർ നഗർ എന്നും ആക്കിയിട്ടുണ്ട്. ഇന്ദ്രിഷ്പൂർ നദ്പൂർ എന്നും ഖാൻപൂർ ശ്രീകൃഷ്ണപുരി എന്നും അക്പൂർ ഫസൽപൂർ വിജയനഗർ എന്നുമാണ് ഇനി അറിയുക. നേരത്തെ ഡൽഹിയിൽ പയറ്റിയ അതേ നടപടികൾ തന്നെയാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിലും പുരോഗമിക്കുന്നത്. 27 വർഷം കാത്തിരുന്ന ദില്ലിയിൽ അധികാരം പിടിച്ചെടുത്ത BJPക്ക് ഡൽഹിയിലെ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ മുസ്ലിം പേരുകൾ മാറ്റുന്നതിനുള്ള നീക്കം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നതാണ്. തെക്കു പടിഞ്ഞാറൻ ഡൽഹിയിലെ നജഫ് ഖണ്ഡിന്റെ പേര് നഹർഖണ്ഡ് എന്നാക്കി മാറ്റണമെന്ന ആവശ്യമാണ് ആദ്യം BJP മുന്നോട്ട് വയ്ക്കുന്നത്. BJP MLA നീലം പഹൽവാൻ ഇക്കാര്യം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നു കഴിഞ്ഞു. 1/4 നൂറ്റാണ്ടിന് ശേഷം ഡൽഹി ഭരണം പിടിച്ച ശേഷം നടന്ന ആദ്യ നിയമസഭാ സമ്മേളനത്തിലായിരുന്നു പേരുമാറ്റം സംബന്ധിച്ച് ആവശ്യം ഉയർന്നത്. നഹർഖണ്ഡ് എന്ന പേര് മുഗൾ ഭരണകാലത്ത് നജഫ് ഖണ്ഡ് എന്നാക്കി മാറ്റിയെന്നും ആലം രണ്ടാമന്റെ മുഗൾ ഭരണകാലത്ത് നജഫ് ഖണ്ഡ് ഏറെ കഷ്ടതകൾ നേരിട്ടുവെന്നും അതുകൊണ്ടാണ് പേര് മാറ്റുന്നത് എന്നും പഹൽവാൻ വാദിക്കുന്നുണ്ട്. 1857 കലാപത്തിൽ രാജാ നഹർ സിംഗ് പങ്കെടുക്കുകയും ഈ പ്രദേശം ഡൽഹിയുടെ കീഴിൽ കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്കുവഹിക്കുകയും ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. കൂടാതെ നജഫ് ഖണ്ഡിന്റെ പേര് മാറ്റത്തിനായി നിരവധി അപേക്ഷകളാണ് നിലവിൽ ലഭിച്ചതെന്നും പഹൽവാൻ പറയുകയാണ്. അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നജഫ് ഖണ്ഡിൽ നിന്നും ആം ആദ്മി പാർട്ടിയുടെ തരുൺ കുമാറിനെ 29,000 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് പഹൽവാൻ MLA ആയത്. ഇതിന് പിന്നാലെയാണ് തന്റെ നിയമസഭാ മണ്ഡലത്തിന്റെ പേര് മാറ്റണമെന്ന് ഈ നേതാവ് ആവശ്യപ്പെട്ടത്. നജഫ് ഖണ്ഡ് എന്ന പേര് മാറ്റുന്നതിനായി വളരെ കാലമായി ശ്രമിക്കുകയാണെന്നും BJP തുറന്നു പറയുന്നുമുണ്ട്. പേരുമാറ്റൽ തീരുമാനം നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ അംഗീകരിക്കുമെന്നാണ് കരുതുന്നത് എന്നും നീലം പഹൽവാൻ പറയുകയാണ്. പഹൽവാന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഡൽഹിയിലെ മറ്റ് സ്ഥലങ്ങളുടെ പേരുകളും മാറ്റണമെന്ന ആവശ്യവുമായി കൂടുതൽ BJP നേതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ മൂവ്മെന്റ് ശക്തമാക്കുന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ നിന്നും പുറത്തു വരുന്നത്.